എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എവിടെ പോകാമെന്നല്ലേ, നമ്മളിന്ന് കണ്ടൽക്കാടൊക്കെ ഞാനൊരു കഴിഞ്ഞ വട്ടം ഒരു വീഡിയോ ഇട്ടായിരുന്നേ. അപ്പോൾ നിങ്ങളത് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ മതി. ആ വീഡിയോ ഞാൻ കണ്ടൽ നടന്നു പോകുന്നതാണ് കാണിച്ചത്. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ച് നമുക്കൊന്ന് കുളത്തിലൊക്കെ ഒന്ന് പോയി നമുക്കിതിൽ ഞണ്ടൊക്കെ മേടിച്ച് ഞണ്ടൊക്കെ കറിയൊക്കെ വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിന്ന് 2 പാർട്ടായിട്ട് ഇടാവേ. ഞാൻ ആദ്യമേ ഞണ്ട് മേടിക്കുന്നത് വരെ ഒരു വീഡിയോ ആയിട്ട് ഇടാം, അത് കഴിഞ്ഞിട്ട് അടുത്ത പാർട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ പോവുകയാണേ. അപ്പോൾ ഞാനല്ല തുഴയുന്നത്. എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പിന്നെ സൈഡിലുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ തുഴയട്ടെ. ഞാനാണെങ്കിൽ 10 വർഷത്തിന് മുമ്പാണ് വള്ളത്തിൽ കയറിയത്. കാര്യം ഞാൻ നേരത്തെ ആയിരുന്നെങ്കിൽ അഴിക്ക് പാലം ഉള്ളപ്പോൾ പാലം ഇല്ലാത്ത സമയത്ത് നമ്മൾ വള്ളത്തിലായിരുന്നു അപ്പുറത്തോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പം 10 വർഷത്തിന് ശേഷം പക്ഷേ ഇച്ചിരി കൂടെ വലിയ വള്ളമായിരുന്നു തോന്നുന്നത്. ഇത്തിരി ചെറിയ വള്ളമാണ്, ഒരു പേടിയൊക്കെ ഉണ്ട്. അത് കാരണം ഒരു ചെറിയ പേടിയുണ്ട്. പിന്നെന്താ, ഇങ്ങനെ പോകാം. നമുക്ക് പോയിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ പോകുന്നത് നമുക്കിപ്പോൾ കണ്ടൽക്കാടിൻ്റെ ആ ഒരു സൈഡിലോട്ട് പോകാം. അന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ, നിങ്ങൾ ആ വീഡിയോ കയറി നോക്കിയാൽ മതി. അതൊക്കെ ഞാൻ കാണിച്ചു തന്നായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ വള്ളത്തിൽ വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം അന്ന് ഒത്തിരി നടന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ആഴമുണ്ട് കേട്ടോ. ഇത് കായംകുളം കായലല്ലേ? കായംകുളം കായലാണ് ഇത്. കണ്ടലിൻ്റെ ആ സൈഡിലോട്ട് എത്തിയേ. അത് ഈ നിൽക്കുന്നതാണ് കണ്ടൽ. കറക്റ്റ് ഇതാണ് കണ്ടൽ. ബാക്കിയൊന്നും കണ്ടലല്ല. ഒരു ബൊക്ക പോലെ നിൽക്കുന്നുണ്ടോ, അതാണ് കണ്ടലെന്ന് പറയുന്നത്. നമ്മളന്ന് നടന്നല്ലേ പോയത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഈ കണ്ടലൊന്നും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കാണത്തില്ല. ഈ കാണുന്നുണ്ട്, ഇതാണ് ബണ്ട്. ഈ ബണ്ട് ഇല്ലായിരുന്ന സമയത്ത് നമുക്ക് ഈ വള്ളം അകത്ത് കയറ്റിയിട്ട് അകമൊക്കെ നല്ലപോലെ കാണാമായിരുന്നു. പക്ഷേ അവരതുകൊണ്ട് തന്നെയാണ് ഒരു ബണ്ട് കെട്ടിയത്. കാര്യം ആൾക്കാരൊക്കെ വള്ളം തുഴഞ്ഞ് അകത്തോട്ട് കയറുന്നത് കൊണ്ടാണ് അവരവിടെ ബണ്ട് കെട്ടിയിട്ടേക്കുന്നത്. കുറച്ച് കാലം മുമ്പ് ആ ബണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വള്ളം അവിടെ അടുപ്പിച്ചിട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. ഇപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മൾ ഇപ്പുറത്തെ വശത്തോട്ട് വന്നേ. അതായത് കണ്ടോ, ആ ബണ്ട് ഇത് ഇങ്ങോട്ടും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടിട്ടുണ്ട് അവർ. അപ്പോൾ ഇതേ ആ ദൂരെ കാണുന്ന പാലം കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഒതളങ്ങാത്തുരത്തിലെ നത്തൊക്കെ ഓടുന്ന പാലമായിരുന്നേ അത്. അപ്പോൾ അത് കുറേ വർഷമായ പാലമാണ്, ഒരു 10-50 ഒക്കെ വർഷമായ പാലമാണ്. അപ്പോൾ ഈ ബണ്ട് കണ്ടോ, ഇത് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നുണ്ട്. നമുക്ക് ഒരു രീതിയിൽ അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. പിന്നെ അങ്ങോട്ട് പോയതും ഇല്ല, നല്ല ആഴമാണ്. വള്ളം തുഴയുന്ന അവന് നീന്താൻ അറിയത്തില്ല. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് പോയില്ല. വള്ളം വല്ല ചെറിയ വള്ളമല്ലേ, അത് വല്ലതും മറിഞ്ഞാലോ എന്ന് പേടിച്ച് നമ്മൾ അവിടെ ഇട്ട് തന്നെ തിരിച്ച് വള്ളമെടുത്ത് നമ്മളിപ്പോൾ പോവുകയാണ്. കാര്യം അങ്ങോട്ട് ഭയങ്കര ആഴമാണ്. ഇവിടെ തന്നെ നല്ല ആഴമാണ്. എനിക്ക് നീന്താൻ അറിയത്തില്ല. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ പുറത്ത് ബണ്ടിൻ്റെ മുകളിൽ കയറി. കാര്യം വള്ളം അടുപ്പിച്ച് നമ്മൾ ഈ ബണ്ടിൻ്റെ മുകളിൽ കയറി. കണ്ടോ, ഇതാണ് ആ ബണ്ട്. ഇത് അങ്ങോട്ട് ഇച്ചിരി നടക്കാം, പക്ഷേ അവിടെയൊക്കെ നല്ല ചെളിയായിരുന്നു. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കറക്റ്റ് പ്രോപ്പർ ഈ കണ്ടലിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. അതായത് ചുറ്റിനും കണ്ടലാണിത്. ഇതെല്ലാം ഫുള്ള് കണ്ടലാണ്. അപ്പോൾ നമ്മളിവിടെ ചുറ്റിനും കണ്ടലായതുകൊണ്ട് നമ്മളിതിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ഈ ബണ്ട് ഇങ്ങോട്ട് പോയി, ഞാൻ നേരത്തെ കാണിച്ചില്ല, അങ്ങോട്ട് ആ പാലത്തിൻ്റെ അവിടം വരെ ഉണ്ട് ആ ബണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിലായിട്ട് ഇറങ്ങി, അവിടെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഇറങ്ങി. ഇത് ആ കാണുന്ന ആ കണ്ടൽ, അതാണ് കറക്റ്റ് കണ്ടൽ. ബാക്കിയൊക്കെ ഇതൊക്കെ വേറെ എന്തോ ചെടിയാണേ. അപ്പോൾ ഈ കണ്ടലിൻ്റെ താഴെ കണ്ടോ ഈ റൂട്ട്സ് കണ്ടോ, അതിൻ്റെ റൂട്ട്സ് ആണോ അതിൻ്റെ സ്റ്റെമ്മാണോ റൂട്ട്സ് ആണോ എന്നറിയത്തില്ല. നല്ല ഒരു ബൊക്ക പോലെ കണ്ടൽ നിൽക്കും. നമ്മൾ ഈ ഫ്ലവറിൻ്റെ ബൊക്കയിൽ അതേപോലെ കറക്റ്റ് നല്ല ഭംഗിയാണ് കാണാൻ. ഓരോന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കാനായിട്ട്. താഴെ മൊത്തം പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെയാണ്. ഈ കായലെല്ലാം സൈഡിലോട്ട് അടിയുന്നതാണ്. പിന്നെ ഇതിലേക്ക് കൂടെ അന്ന് ഞാൻ പറഞ്ഞു റോഡൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ വള്ളമൊക്കെ ആ മാർഗ്ഗമാണ് ഇവരെല്ലാവരും യാത്ര ചെയ്യുന്നത് ഇവിടെ കൂടെ ഒക്കെ. അപ്പം ഈ ബണ്ട് നമുക്ക് പോയിട്ട് നമ്മൾ വന്ന വള്ളം അവിടെയാണ് ഇട്ടേക്കുന്നത്. നമുക്കപ്പം വള്ളത്തിൽ കയറി പോകാം. ഇത് കണ്ടോ, വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. എൻ്റെ അനിയത്തിയും സുബിനുമാണ്, ഞാനിയുടെ മോനുമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ വള്ളത്തിൽ കയറി. ഇനി നമുക്ക് ഇനിയിപ്പോൾ ഇവിടെയൊക്കെ അത്രയേ ഉള്ളൂ. അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾക്ക് ഞണ്ട് മേടിക്കണ്ടായോ, നമുക്കപ്പോൾ ഞണ്ട് മേടിക്കാനായിട്ട് പോകാം. ഇതിപ്പം ആ കായംകുളം കായലിൽ കഴിഞ്ഞ് അങ്ങോട്ടൊരു ചെറിയൊരു നമ്മുടെ ഇടവഴി പോലെ തന്നെ ഒരു ചെറിയൊരു കനാൽ പോലെ കെട്ടിയിട്ടുണ്ട്. ഈ വള്ളം കണ്ടു, ഈ വള്ളത്തിൽ അവർ നടുക്ക് മീനെ വളർത്തുന്നതാണ്. മീനല്ല, കൊഞ്ചിനെ വളർത്തുന്നതാണ്. അതായത് ചെമ്മീൻ. അതായത് ഈ ചെമ്മീൻ ചാടി അവിടെ വല ഇട്ടിട്ടുണ്ട്. അതിന് ഇടയ്ക്കോട്ട് വീണ് അവർക്കിപ്പോൾ പെട്ടെന്ന് ചെമ്മീനെ പിടിക്കാൻ പറ്റും, അതിന് ഇട്ടേക്കുവാണ്. അപ്പോൾ അവിടെ ഒരു പാലം കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാലത്തിൽ കൂടെ താഴെ കൂടെ വള്ളത്തിൽ നമ്മൾ പോകണം. ഞണ്ട് മേടിക്കാൻ കുറച്ച് പോകണം, ഒരു ഇച്ചിരി പോകണം. ഒത്തിരി നേരം തുഴഞ്ഞൊരു വലിയ ലോങ് വീഡിയോ ആയിരുന്നു ഇത്. കാര്യം ഒത്തിരി നമ്മൾ തുഴയുന്നുണ്ട് ഇങ്ങനെ. അപ്പം ഇതിൻ്റെ താഴെ കൂടെ പോയി. ഇപ്പോൾ ഇത് കനാൽ സ്റ്റാർട്ട് ചെയ്തു. ഇതിനിപ്പോൾ അങ്ങോട്ട് കനാലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ കൂടെ പോകാം.
ഇങ്ങനെ ഇതിൻ്റെ താഴെ കൂടെ പോയിട്ട് നമുക്ക് ഒരു കനാലാണ്. ഇവിടെയൊക്കെ ഫുള്ള് ഇത് ചിപ്പി കണ്ടോ, ഇതെല്ലാം ചിപ്പിയാണ് ഈ പാലത്തിന് താഴെ കൂടെ പോകുന്നു. ഇവിടെ നല്ല എക്കോ ആയിരുന്നു കേട്ടോ, സംസാരിക്കുമ്പോൾ നല്ല എക്കോ ആയിരുന്നു. അപ്പോൾ ഇതേ ചിപ്പി കണ്ടോ, ഇതെല്ലാം താഴെ ഫുള്ള് അഴുക്കുമൊക്കെയാണ്. ഈ വീടുകളാണ്, ഈ രണ്ട് സൈഡിലും മൊത്തം വീടുകളാണ്. അപ്പോൾ ഈ വീടുകൾ കണ്ടോ, രണ്ട് സൈഡും വീടുകളാണ്. അപ്പോൾ ഇവരിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. വെള്ളപ്പൊക്കമൊന്നും വന്നാൽ വലിയ പ്രശ്നമില്ല, ചെറുതായിട്ട് വെള്ളം കയറത്തുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവിടെ കായലായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. വെള്ളപ്പൊക്കം അങ്ങനെ ഇവിടെ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ വെള്ളപ്പൊക്കം അങ്ങനെയൊന്നും വരാറില്ല. ഞങ്ങളിങ്ങനെ സാധാരണ പോലെ മഴ പെയ്ത് കുറച്ച് വെള്ളം പൊങ്ങും, സാധാ പോലെ. ഇത് കൊണ്ടോ, ഇതെൻ്റെ തലയിൽ ഇടിക്കേണ്ടതായിരുന്നു, ഞാൻ കണ്ടില്ല, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ബാക്കിലോട്ട് പോയപ്പം ഇതിങ്ങനെ നിൽക്കുമായിരുന്നു, എൻ്റെ തോലിൽ ഇടിക്കേണ്ടതായിരുന്നു, പക്ഷെ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോവാം, നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ബാക്കി പറയാം. അപ്പോൾ അതേ നമ്മൾ ഞണ്ട് മേടിക്കുന്നിടത്ത് എത്തി കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അടുക്കാറായി. അപ്പോൾ ഈ ബ്ലൂ കളറിലൊരു വീട് പോലെ ചെറുതായിട്ട് അവർ കെട്ടിയിട്ടിരിക്കുന്നുണ്ടോ, അതായത് ഇത് അവരുടെ ഫാമാണ്. ഫാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഞണ്ടിനെ ഇങ്ങനെ പിടിച്ചോണ്ട് മീൻ പോലൊന്നും അല്ലല്ലോ, ഇത് ചാവത്തില്ല. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യും, അവർ ജീവനോടെ തന്നെ ഇതിനകത്തിടും, എന്നിട്ട് ആ ചേട്ടൻ അതിനെ വളർത്തിയിട്ട് വിൽക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അവർ വല ഇട്ടിട്ടുണ്ട് മീനെ പിടിക്കാനും കൂടി. അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് അവർ ഞണ്ടിനെ എടുത്തിടുന്നത്. ഈ ഞണ്ട് ഇവിടെ കിടന്ന് വളർന്നിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ ഇതാണ് വഴി, നമ്മൾ വള്ളം അടുപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകണം, ഇനി കയറി എന്നിട്ട് ആ ചേട്ടൻ്റെ വീട്ടിൽ ചെല്ലാം നമുക്ക്. റോഡിലെത്തി. ഇതാണ് ആ ചേട്ടൻ. ഞണ്ടിൻ്റെ കളി നടക്കില്ല വാമദേവനോട്, ആ ചേട്ടനാണ് ഇത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. അവർ ചെറിയൊരു കട പോലെയൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഒത്തിരി കച്ചവടം നടക്കുന്ന കടയാണ് കേട്ടോ. ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ചേട്ടൻ്റെ കടയില്ല. അപ്പം എല്ലാം ഉണ്ട്, ഞണ്ടുണ്ട്, കരിമീനുണ്ട്, കൊഞ്ചുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ നമ്പർ, ഇതിനകത്തോട്ട് വിളിച്ചാൽ മതി. ഇതാണ് ചേട്ടൻ്റെ നമ്പർ. അപ്പോൾ
നമുക്ക് നോക്കാം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഉണ്ടെന്നാണേ പറഞ്ഞത്. ഉണ്ട്. അപ്പോൾ ചെറിയ ഞണ്ടേ കിട്ടിയോ? വലുതില്ലേ? യൂട്യൂബിലെ വീഡിയോ ഇത്രേ ഉള്ളല്ലേ? എവിടുന്നാ ഏട്ടാ ഞാൻ എടുക്കുന്നത്? കൊണ്ടു തരുന്നല്ലേ? ജീവനുണ്ടോ? എല്ലാ ജീവനുള്ള എന്നാ 1 കിലോ ഇട്. വീഡിയോ എടുത്തോട്ടെ. യൂട്യൂബിലും ഫേസ്ബുക്കിലും എടുക്കാറുണ്ട് ആൾക്കാർ. വന്നിട്ടുണ്ടല്ലേ? അതെടുത്ത് നമ്മുടെ സിനിമ സ്റ്റൈല് പോലെ ഒന്ന് കൗമുദി ചാനലിൽ, ഒന്ന് കൃഷിദീപം അരമണിക്കൂർ ഉണ്ടാകും. സിനിമ സ്റ്റൈലിന്റെ നടക്കുന്നു. അപ്പൊ എങ്ങനെയൊക്കെയാ ചേട്ടാ വില പറയാം? അപ്പൊ നമ്മൾ എന്തായാലും എടുക്കുമല്ലേ വീഡിയോ? ഇത് ഇപ്പൊ മാസ്ക് മാറ്റില്ലേ? കുഴപ്പമില്ല, മാറ്റിക്കാം. ഇതിപ്പോ വലിയ എണ്ട് അന്നെന്നുള്ള വിലയാ. ഇതിപ്പോ നമ്മൾ ഇരിക്കുന്ന എണ്ടെന്ന് പറയുന്നത് ചെറിയ എണ്ടുണ്ട് 400, 450, 500, 600 ഒക്കെ ഉണ്ട്. പിന്നെ എക്സൽ ഇപ്പൊ വിലക്കുറവായോണ്ട് 1100 ഒക്കെ ഉണ്ട്. വലിയ എണ്ടിന് ഫ്രിഡ്ജിനൊക്കെ 800. പുറത്തോട്ട് കൊടുക്കുമോ? പുറത്തോട്ട് പോകുന്നതിന് 1200 ഉണ്ട്. എക്സല് ബിഗിന് എന്തുമാത്രം വലിപ്പം കാണും? 1 കിലോന്റെ 1 കിലോ ഒരെണ്ണം 1 കിലോ. അത് 2 കിലോ ഉണ്ടെങ്കിൽ നമുക്ക് 2500 കിട്ടും. നേരത്തെ കൊറോണ വരുന്നതിന് മുമ്പേ ഒരു കിലോന്റെ ഞണ്ടിന് 2400 ഉണ്ടായിരുന്നു. ഇപ്പൊ കുറവാ. ഇനിയിപ്പോ നമുക്ക് ഇതൊക്കെ മാറുമ്പോ വില കൂടും. എവിടെ പോയി എടുക്കുന്നേ? ഞാൻ ഇപ്പൊ നമ്മുടെ കായലിൽ നിന്ന് പണി ചെയ്തവരെല്ലാം ഇവിടെ കൊണ്ടുവരും. കരിമീനായാലും കൊഞ്ചായാലും ചേട്ടൻ മേടിച്ചിട്ട് പുറത്തു കൊടുക്കും. അത് പച്ചക്ക് വച്ച, അല്ലാതെ ചീത്തയായതോ വരവോ സാധനമൊന്നും വിൽക്കത്തില്ല. എല്ലാം പച്ചയായിരിക്കും. അല്ലാതെ വരവ് സാധനം ഒന്നും എടുക്കത്തില്ല. ജീവനോടെ ഈ ഞണ്ട് കൊടുക്കുന്ന പോലുള്ള സാധനം കൊടുക്കത്തുള്ളൂ. എടുക്കേട്ടാ 1 കിലോ ഇടാം. കെട്ടിയിട്ടില്ലേ കാല്? കെട്ടിച്ചേക്കോ? അങ്ങനെ പിടിച്ചാൽ മതിയില്ലേ? ഞാൻ ചോദിച്ചിട്ടേ ഇപ്പൊ ഫോട്ടോ എടുക്കാനാണെങ്കിലേ ആ ചെറിയ കാലെ പിടിച്ചാൽ മതി. എങ്ങനെ? ഇങ്ങനെ തന്നെ പിടിക്കണം. ഇത് ഒരെണ്ണം എത്ര? ഇതിപ്പോ ഒരെണ്ണം എത്ര? അങ്ങനെയാ? എത്ര ഗ്രാം കാണും? അത് 140, 150, 154 ഗ്രാം ഉണ്ട്. ഇതെല്ലാം നല്ല എണ്ണ കേട്ടാ. 1 കിലോ മതിയോ? 1 കിലോ മതി. അധികം ഉണ്ട്. മതിയോ? അപ്പൊ ഹോട്ടലുകളിലേക്കൊക്കെ കൊടുക്കും. ഒരുപാട് ആൾ ഇവിടെ വരും ദൂരെ നിന്നൊക്കെ. അതുപോലെ അത് നല്ല സാധനമേ കൊടുക്കത്തുള്ളൂ. ഫാമുണ്ട്, മോശച്ചണ്ട് ഫാമിലിടും, നല്ലതാക്കിയേ കൊടുക്കത്തുള്ളൂ. ഫാമുണ്ട്, അപ്പുറത്ത് ഫാമാണ്. കണ്ടപ്പോ ആ ഫാമിനകത്ത് എല്ലാം കാണായിരുന്നു. 2 കോരി ഇടുന്നതും. ഷൈസാറ് ഒന്നുമില്ല സിനിമയ്ക്കകത്ത് അഭിനയിച്ച കൗമുദിക്കകത്ത്. അപ്പോൾ വലിയ തിത്തിത്താരോ വള്ളംകളിയുടെ കൂട്ടൊരു പാട്ട് പാടിയ. പക്ഷേ നല്ല എന്തോതായിരുന്നു. അപ്പോഴേ ഇപ്പൊ നമ്മൾ ഈ ഞണ്ടെടുക്കുന്ന സമയം എപ്പോഴാ വന്നാ എടുത്ത് കാണിക്കുവോ? എങ്ങനെ? ഒരു ദിവസം എങ്ങനെ? നമ്മളിപ്പോ ഈ കൊറോണ ആണ്ട് ഇടായിരിക്കും. അതിന് ഫാമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇടുമ്പോ നിറച്ചിടും. അപ്പൊ ഒത്തിരി പേര് ആൾക്കാർ വരും. അപ്പൊ എന്റെ നമ്പർ അടിച്ചിട്ട് എന്റെ ഇടയ്ക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ പറയാം. ഒത്തിരി ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പോയി എടുക്കത്തില്ലേ? എങ്ങനെയാ എടുക്കുന്ന? കുത്തി എടുക്കോ? അതല്ല, കുത്തിപ്പൊടി പൊട്ടി ചെയ്തു. പിന്നെ ലൈറ്റുകാരുണ്ട്, നീട്ടുവല, വല, കുരുക്കുവല, അല്ലാതെ ചൂണ്ടക്കാരുണ്ട്. എങ്ങനെയായാലും നമുക്ക് കാലും കൈയും അടരാ കൊണ്ട് തരണം. അതിനൊരു കേടുപാടും വരരുത്. അന്നേരത്തെ കറക്റ്റ് വേണ്ടിയാണ് കമ്പി കൊണ്ട് കുത്തി പിടിക്കുന്നത്. അത് നമുക്ക് പറ്റത്തില്ല. അത് ഇച്ചിരി കഴിയുമ്പോൾ ചത്തുപോകും, ചീഞ്ഞു പോകും. ഞങ്ങൾക്ക് ഇത് ചീഞ്ഞു പോകുന്നല്ല, ചീത്തയായി. അത് മാത്രമല്ല, അത് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ 2 കാലും, എല്ലാ തൊഴകാലും ഇറുകാലും എല്ലാം വേണം. കടികാല് നമ്മുടെ കൈയുടെ കൂട്ട് തന്നെ എല്ലാം വേണം. ചെറിയ നീട്ടുവല ഇട്ടെടുക്കുവോ? വലിയ നീട്ടുവല. അത് ജീവനോടെ തന്നെ നമുക്ക് കൊണ്ട് തരണം. അപ്പൊ ഇത് എവിടെ കറക്റ്റ് അഴുകിക്കപ്പോ എടുക്കുവോ? അഴുകി കായംകുളം കായല്. കായലുണ്ടില്ല ഞണ്ട്. എവിടെ ഇത് സൂക്ഷിക്കുന്ന? ഈ ബോക്സിനകത്തോ? ബോക്സിനകത്ത് വെച്ച് ചത്തുപോകും. നമ്മൾ ഇതുപോലെ തന്നെ നെറ്റുള്ള ഏറ് കയറുന്ന പാത്രത്തിൽ വെക്കണം. വെള്ളം ഒന്നും ഒഴിക്കാൻ. രാവിലെ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാണ് വേണമെന്ന് ഒഴിച്ചാൽ മതി. അപ്പൊ ഇതിനെ എങ്ങനെ ഫുഡൊക്കെ കൊടുക്കും?
അത് അങ്ങനെ ഇപ്പൊ കൊടുക്കണ്ട. അത് ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഞണ്ട് മേടിച്ചേ. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി കറി വെക്കാം. അപ്പോൾ നമുക്കിത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഞണ്ട് കറി വെക്കുന്ന വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. അതല്ലേ നല്ലത്. അപ്പോൾ നിങ്ങൾ 2 വീഡിയോ ആയിട്ട് കണ്ടാൽ പോരെ. അപ്പോൾ നമുക്ക് ഞണ്ട് കറി വെക്കുന്ന അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.